നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിസ്റ്റത്തോട് സഹകരിച്ചില്ലെങ്കിൽ കസേര മാറ്റും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സഭയിൽ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരൻ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആരോഗ്യ വകുപ്പിൽ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് ചില നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെ അവസാനമായിരിക്കുകയാണ്. ഇന്നലെ ഹൈക്കോടതി തന്നെ ആ കാര്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിൽ കുറച്ച് ദിവസമായി പുകയുന്ന അടിപിടിക്കാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി ഇപ്പോൾ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് ഇന്നലെ വന്നിരിക്കുന്നത്. സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തുകൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണ് അനുകൂല നടപടി ഉണ്ടായിരിക്കുന്നത്. തന്നെ സ്ഥലം മാറ്റിയത് നിയമവിരുദ്ധമായിട്ടായിരുന്നെന്നായിരുന്നു ഡോക്ടർ KJ റീനയുടെ വാദം. എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരുന്നു റീനയുടെ സ്ഥലമാറ്റമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അവരെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്തുകയോ മറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തതുല്യമായ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്നും അവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചെന്നുമുള്ള സർക്കാർ വാദങ്ങളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. ഇത്രയും കാലം ഇടതുപക്ഷത്തിന്റെ അധികാരത്തിന്റെ സ്വാധീനത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തിരുന്ന് ഭരിച്ച ഡോക്ടർ റീനയ്ക്ക് ഇനി പബ്ലിക് ഹെൽത്ത് കേഡറിലേക്ക് ജോലി ചെയ്യേണ്ടി വരും. സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടി ഇവർക്കെതിരെ അന്വേഷണങ്ങൾക്കും ഇനി സാധ്യതയുണ്ട്. പകർച്ചവ്യാധി കാലത്ത് അവധി അപേക്ഷിച്ചെന്നതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു റീനയെ മാറ്റിയത്. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അവധിക്ക് അപേക്ഷിച്ചില്ലെന്നും കാട്ടിയാണ് റീന ട്രൈബ്യൂണലിന് മുന്നിൽ പരാതി നൽകിയത്. തുടർന്ന് ട്രൈബ്യൂണൽ സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീൽ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇപ്പോഴും ഭരണമാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പാർട്ടി അനുഭാവികളായിട്ടുള്ള പല സർക്കാർ ഉദ്യോഗസ്ഥരും പല മേഖലകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അവർ ഇപ്പോഴത്തെ UDF സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കസേര മാറ്റങ്ങൾ വേണ്ടിവരുന്നത് എന്നായിരുന്നു ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ അവതരിപ്പിച്ചത്. സിസ്റ്റത്തോട് സഹകരിക്കണം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റീനയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെ DH ആസ്ഥാനത്താണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. തനിക്ക് ലഭിച്ച ഉത്തരവുമായി സ്ഥാനമേൽക്കാൻ റീന എത്തിയെങ്കിലും പകര ചുമതല നൽകിയിരുന്ന ഡോക്ടർ മീനാക്ഷി DHSന്റെ കസേരയിൽ നിന്ന് മാറിയില്ല. സർക്കാർ ഉത്തരവ് വന്നാൽ മാത്രമേ കസേരയിൽ നിന്ന് മാറുകയുള്ളൂ എന്നായിരുന്നു മീനാക്ഷിയുടെ നിലപാട്. തുടർന്ന് റീന DHS ഓഫീസിൽ മറ്റൊരു കസേരയിട്ടിരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതേസമയം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഡോക്ടർ KJ റീന അറിയിച്ചിരിക്കുന്നത്. സ്ഥലമാറ്റം സ്റ്റേ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് റീനയുടെ പ്രതികരണം വന്നത്. ഡോക്ടർ റീന ഇടതുഭരണകാലത്ത് ഉന്നത പദവിയിലേക്ക് എത്തിയതിൽ വഴിവിട്ട പല കാര്യങ്ങളുമുണ്ടെന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനമായത് ഡോക്ടർ KJ റീന മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയായത് സർവീസ് കോട്ടയിലായിരുന്നു. ഇങ്ങനെ സർവീസ് കോട്ടയിൽ പഠനം നടത്തിയവർ 10 വർഷം സ്പെഷ്യൽ സേവനം നടത്തണമെന്നാണ് ചട്ടം. എന്നാൽ ഇത് പാലിക്കാതെ സ്വാധീന വഴിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ തുടരുകയായിരുന്നു എന്നാണ് ഡോക്ടർ റീന ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കമ്മീഷണറുടെ ഉത്തരവുകൾ നിലനിൽക്കെയാണ് മുൻ ഭരണകാലയളവിൽ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള പദവിയിലേക്ക് കഴിഞ്ഞ സർക്കാർ തിരികെ കയറ്റിയത്. കോടതി ഉത്തരവോടെ സ്ഥലമാറ്റം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് ലാബിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. അടുത്ത കാലത്തായി നിപ്പ, കോളറ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ സ്വീകരിച്ച തന്നിഷ്ടപ്രകാരമുള്ള നിലപാടുകൾ ആരോഗ്യമന്ത്രിയുടെ കടുത്ത അതൃപ്തിക്കും കാരണമായിരുന്നു.
നിപ ബാധയുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ പരിശോധനാ ഫലം ലഭിച്ചിട്ടും ഡോക്ടർ റീന അത് മറച്ചുവെക്കുകയാണ് ചെയ്തത്. തുടർന്ന് അന്ന് വൈകിട്ട് 5:30 ആരോഗ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും ഇവർ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചില്ല. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഇതേ ഫലം ഇവർ ജില്ലാ കളക്ടർക്ക് വാട്സാപ്പിൽ നേരിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബോണ്ട് ലംഘനവും പൊതുപണത്തിന്റെ ദുരുപയോഗവും ഡോക്ടർ KG റീനയ്ക്കെതിരെ മുൻപ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും പുറത്തുവരുന്നുണ്ട്. ഡോക്ടർ KG റീന മുമ്പ് ഉന്നത പദവികളിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് വഴിവിട്ട പല നീക്കങ്ങളും നടന്നിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സർക്കാർ ചെലവിൽ പൂർണ്ണ ശമ്പളത്തോടെ സർവീസ് കോട്ടയിൽ പഠിക്കുന്നവർ കോഴ്സ് കഴിഞ്ഞാൽ 10 വർഷം പ്രസ്തുത സ്പെഷ്യാലിറ്റി മേഖലയിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണമെന്ന ചട്ടമുണ്ട്. ഇതിനായി ഇവർ സർക്കാരിലേക്ക് ബോണ്ട് എഴുതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ 3 വർഷത്തെ കോഴ്സ് 4 വർഷമെടുത്ത് പൂർത്തിയാക്കിയ ശേഷം ഇവർ സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറാൻ തയ്യാറായില്ല. സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറിയാൽ അവിടെ ഏറ്റവും ജൂനിയർ പദവിയിലേക്ക് പോകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഉയർന്ന സ്വാധീനം ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ തന്നെ ഇവർ കടിച്ചു തൂങ്ങിയതെന്നാണ് ആക്ഷേപം. ഒരു മുതിർന്ന IASകാരനെ സ്വാധീനിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് പോസ്റ്റിംഗ് നേടിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറായതെന്നാണ് ഇവരെ കുറിച്ച് പുറത്തു വരുന്ന വിവരം. ഏതായാലും അവരെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്തുകയോ മറ്റോ ചെയ്തിട്ടില്ല. തത്തുല്യമായ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചെന്നുള്ള സർക്കാർ വാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് തുടരുന്ന കസേരക്കളി ഇതിനോടകം വലിയ നാടകീയ രംഗങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഡോക്ടർ റീനയ്ക്ക് പകരം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ V മീനാക്ഷിക്കാണ് ഡയറക്ടറുടെ ചുമതല നൽകിയിരിക്കുന്നത്. ട്രൈബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ റീന ഓഫീസിലെത്തിയെങ്കിലുമാണ് കസേര വിട്ടു നൽകാൻ ഡോക്ടർ മീനാക്ഷി കൂട്ടാക്കിയിരുന്നില്ല. പിന്നീടാണ് പല നാടകീയമായിട്ടുള്ള രംഗങ്ങളും മണിക്കൂറുകളോളം ആ ഓഫീസിൽ അരങ്ങേറിയത്. മാധ്യമങ്ങളൊക്കെ അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിലുള്ള എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് കൂടുതൽ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്കും ലഭിച്ചിരുന്നില്ല. ഏതായാലും കൃത്യമായിട്ട് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഡോക്ടർ റീനയ്ക്കെതിരെ സർക്കാർ നീങ്ങിയത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ മുരളീധരൻ പറഞ്ഞതുപോലെ സിസ്റ്റത്തോട് സഹകരിച്ചില്ലെങ്കിൽ അതായത് പുതിയ സർക്കാർ ഭരണ രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. അവർ പറയുന്ന പല കാര്യങ്ങളിലും അതനുസരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ, സഹകരിക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ കസേര മാറ്റം അത് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമെന്നോളമുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഡോക്ടർ KG റീനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്.